ഹേ ഹലോ. അപ്പോൾ നമുക്ക് ഇന്നൊരു അടിപൊളി ഒരു ഈവനിങ് സ്നാക്ക് കണ്ടാലോ? സംഭവം എളുപ്പമാണ് കേട്ടോ, അതുപോലെ ടേസ്റ്റിയാണ്. അപ്പോൾ ഇതിനെ സാൻഡ്വിച്ചെന്നോ അല്ലെങ്കിൽ ടോസ്റ്റെന്നോ എന്ത് വേണേലും വിളിക്കാം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ മെയിൻ താരമായിട്ട് ഞാൻ പൊട്ടറ്റോ ആണ് ഇതിനകത്ത് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നമ്മുടെ മക്കൾക്ക് എന്തൊക്കെ വെജീസ് ആണോ ഇഷ്ടം അതൊക്കെ ചേർക്കാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ പൊട്ടറ്റോ നല്ലോണം മാഷ് ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് കുറച്ച് സ്വീറ്റ് കോണും കുറച്ച് പച്ചമുളക്, മല്ലിയില, ഉപ്പ്, ചില്ലി ഫ്ലേക്സ്, പിന്നെ ജീര പൗഡർ, അങ്ങനെ കുറച്ച് സാധനങ്ങൾ ചേർക്കുന്നുണ്ട്. ലാസ്റ്റ് കുറച്ച് മൊസറല്ല ചീസും കൂടെ ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇതിനകത്ത് എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് ആണ് ചേർത്തിട്ടുള്ളതെന്നുള്ള ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. നിങ്ങളൊന്ന് ചെക്കൗട്ട് ചെയ്യുക കേട്ടോ. എന്നിട്ട് എല്ലാം കൂടെ നല്ലോണം മിക്സ് ചെയ്തതിന് ശേഷം ദാണ്ട് ഈ ഒരു പരുവം ആകുമ്പോഴത്തേക്ക് അതിൽ നിന്ന് കുറച്ച് മിക്സ്ചർ എടുത്ത് നമ്മുടെ ബ്രെഡ് സ്ലൈസിൽ നല്ലോണം സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് അതിൻ്റെ മേലെ മൊസറല്ല ചീസ് കുറച്ചും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് ഓപ്ഷണലാണ്, വേണ്ടെങ്കിൽ. പക്ഷേ കുറച്ചും കൂടെ ഒരു കുട്ടികൾക്ക് ചീസി ആയിട്ടുള്ള സാൻഡ്വിച്ച് ആയിട്ടല്ലോ ഇഷ്ടം, അതുകൊണ്ടാണ് കുറച്ചും കൂടെ ഞാൻ ചേർത്ത് കൊടുത്തത്. എന്നിട്ട് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ബ്രെഡ് ടോസ്റ്റ് ചെയ്തെടുക്കാം. പക്ഷേ ഞാൻ കുറച്ചും കൂടെ സോഫ്റ്റ് ആവാൻ വേണ്ടി, കുറച്ചും കൂടി ഡെക്കറേഷൻ ആയിക്കോട്ടെ എന്ന് കരുതിയിട്ട് ഞാൻ ഈ ബ്രെഡിനെ ഒന്ന് മുക്കിയെടുക്കാനായിട്ട് 2 മുട്ട എടുക്കുന്നുണ്ട്. പിന്നെ ഒരു അര ഗ്ലാസ് റൂം ടെമ്പറേച്ചറിലുള്ള പാലാട്ടോ. പിന്നെ കുറച്ച് ഉപ്പും കുരുമുളക് പൊടിയും കൂടി ഇട്ടിട്ട് നല്ലോണം ഒന്ന് ഈ മുട്ടേൻ്റെ മിക്സ്ചർ അടിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഈ ബ്രെഡ് ഇതിലേക്ക് ഇട്ട് 2 സൈഡും ഇട്ട് മുക്കിയിട്ട് ബട്ടറിൽ നല്ലോണം ടോസ്റ്റ് ചെയ്തെടുക്കുക. ലോ ടു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ടുണ്ടോ ടോസ്റ്റ് ചെയ്യാനായിട്ട്. ഇനി അല്ല ബട്ടർ ഇല്ലെങ്കിൽ കുറച്ച് ഓയിലിൽ ടോസ്റ്റ് ചെയ്താലും മതി. അപ്പോൾ ഈ സാൻഡ്വിച്ച് നല്ല ടേസ്റ്റാണ് കേട്ടോ. കുട്ടികൾക്കൊക്കെ എന്തായാലും ഇഷ്ടപ്പെടും. അപ്പം നല്ല ഹെൽത്തി ആണല്ലോ. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻസിലൂടെ പറയൂ കേട്ടോ. അപ്പോൾ വേറൊരു വീഡിയോ ആയിട്ട് വരാം. ബൈ.